യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു പെർഫ്യൂം ബോട്ടിൽ കൊണ്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ ക്യാപ്പ് ഒന്ന് മാറ്റി വെക്കുന്നു. ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, പക്ഷെ ഇപ്പോൾ ആവശ്യമില്ല. സോ ഇപ്പോൾ ആദ്യമായിട്ട് ചണൽ നൂലെടുത്തിട്ട് ഞാൻ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് ഗമ്മ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ പോകുന്തോറും അധികം ഗമ്മിൻ്റെ ആവശ്യം വരില്ല. ഈ ഒരു നെക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ മാത്രമേ ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നോർമലായിട്ട് അങ്ങ് ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റിൽ മാത്രം ഈ ഗം ഇട്ടൊന്ന് സെക്യൂർ ചെയ്താൽ മതിയാവും. ഇങ്ങനെ കംപ്ലീറ്റും നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ തുമ്പ് പോലെ ഇങ്ങനെ സൈഡിലുണ്ടാവും. സോ അത് നമ്മളിപ്പം മാറ്റാൻ പോവുകയാണ്. ഞാനൊരു മെഴുകുതിരി യൂസ് ചെയ്തിട്ട് ഈ തുമ്പ് പോലെ നിൽക്കുന്ന എല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. സോ അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ലുക്ക് ഇപ്പോൾ കിട്ടും. അടുത്തതായിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഈ കുറേ പിസ്ത ഷെൽസിൽ ഇതിൽ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. ഗ്ലൂ ഗണ്ണിനെക്കാട്ടിലും ഈ ഗ്ലൂ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. അതാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് മെഴുകുതിരിയിലൊന്ന് കത്തിക്കുക, ഇതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അത് ഡ്രൈ ആകും മുമ്പ് പിസ്ത ഷെൽസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാൻ ഒരു ലെയർ മൊത്തവും റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 4 ലെയറിൽ കംപ്ലീറ്റ് ആയിട്ട് പിസ്ത ഷെൽസ് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിരുന്നില്ലേ ഇതിൻ്റെ ക്യാപ്പ്, അതിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ആ ക്യാപ്പ് ഒന്ന് ആ ഗ്ലൂവിൽ ഒട്ടിച്ചിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്താൽ മതിയാവും. നല്ലതുപോലെ അത് ഒട്ടി പിടിച്ചോളും. ഇപ്പോൾ ഈ ഒരു സെമി സർക്കിൾ ഷേപ്പിൽ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ കോൺ രൂപത്തിൽ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി കോൺ ഷേപ്പിൽ മുഴുവനുമായിട്ട് ആ ചണൽ നൂല് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ മുഴുവനും ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് നീറ്റായിട്ടൊരു ക്യാപ്പ് പോലെ കിട്ടും. ഇപ്പോൾ ഈ ക്യാപ്പിൽ പെയിൻറ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഈ ക്യാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നമ്മളൊരു ഹെഡ് പോർഷൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിന് കണ്ണും മൂക്കൊക്കെ വയ്ക്കണം. സോ അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ മൂക്കും പിരികവും ഒരുമിച്ചാണ് ഞാനിതിൽ വയ്ക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഉല്ലൻ ത്രെഡ് യൂസ് ചെയ്താണ് ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. വൈറ്റ് കളർ ഉല്ലൻ ത്രെഡ് ഈ പുരിയത്തിനും മൂക്കിനും ചേർത്ത് ഒരുമിച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. ഇതുപോലെ തന്നെ മൗത്തിൻ്റെ പോർഷനും ഉല്ലൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഉല്ലൻ പീസ് കട്ട് ചെയ്ത് അതിനെ ഒരു ലൂപ്പിൻ്റെ ഷേപ്പിലാക്കി ആ ഷേപ്പിനെയാണ് മൗത്ത് പോർഷനിലായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കണ്ണുകൾക്കായി ഹാഫ് ബീഡ്സ് 2 ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി ഈ വൈറ്റ് കളർ നെറ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതേ സെയിം ചണൽ നൂലുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ ഹെഡിൻ്റെ പോർഷനിൽ ആ കാർഡ്ബോർഡിൽ ചുറ്റിലും കംപ്ലീറ്റ് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തില്ലേ ആ ക്യാപ്പ്, അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഈ ഹെഡിനെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ആ ബോഡി പാർട്ടിലോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അടുത്തതായിട്ട് 2 കുട്ടി പീസിൽ ഉല്ലൻ ത്രെഡ് കട്ട് ചെയ്തിട്ട് അതിനെ ഇയർ ആയിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് 2 ഡോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ 2 ഡോട്ടിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ നമുക്ക് നല്ലതുപോലെ ഒരു ഇയർ കിട്ടും. ഇനി കുറച്ച് വൈറ്റ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു മാല കോർത്ത് കഴുത്തിലിടാനാണ് പ്ലാൻ. മാലയുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ഇയറിനും ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഈ 2 ഇയറിലും കമ്മൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ അതിനായിട്ട് ഞാനൊരു കട്ടി കുറഞ്ഞ 2 നൂലെടുത്തിട്ട് അതിന് റെഡ് കളറിൽ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. പെയിന്റ് ചെയ്തതിന് ശേഷം അതിൽ കോപ്പർ കളറിലെ 2 മുത്തുകൾ കോർത്ത് അതിനെ 2 കാതിലും ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. കമ്മൽ നമുക്ക് റെഡിയായി കിട്ടും. ചുണ്ടിൻ്റെ പോർഷനിൽ കുറച്ച് റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ട്രൈബലിൻ്റെ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫേസിൽ മൾട്ടി കളേഴ്സിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓറഞ്ചും യെല്ലോയും യൂസ് ചെയ്തിട്ടാണ് ഈ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അവസാനം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫ്യൂം ബോട്ടിൽ ഇങ്ങനെ ഒരു അടിപൊളി ട്രൈബൽ ക്രാഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്.